അവർ വന്നു ആസ് ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ അവരോട് മറുപടി കൊടുത്തിട്ടുണ്ട്. അവരും തൃപ്തികരമായിട്ടാണ് അവർ തിരിച്ചു പോയെന്നുള്ളതാണ് എൻ്റെയും വിശ്വാസം. ഇനി ഒരു പ്രത്യേക ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യം ഞാൻ ഗ്രൂപ്പിലില്ല, അത് നേരത്തെ പറഞ്ഞല്ലോ. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് അതിൻ്റെ മേളിൽ ഓൾറെഡി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിൻ്റെ മേളിൽ ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അദ്ദേഹം ഒരു വ്യവസായം നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് ഓൾറെഡി അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മെമ്പർഷിപ്പും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും. അതിൻ്റെ അകത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്തതുമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം അന്ന് പറഞ്ഞ വിഷയങ്ങളാണ്. അല്ല എന്തോ അത് ഫാദറിലോ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലൊരു ഒരാള് മരണപ്പെട്ട ഒരു ഭർത്താവ് മരിച്ചാൽ അത് ഭാര്യയുടെ കയ്യിലല്ലേ, അതങ്ങനെ തന്നെ അല്ല. ഞാൻ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ ഈ ലോ ആൻഡ് ഓർഡറിനെ അബൈഡ് ചെയ്യുന്ന ഒരു സിറ്റിസണ്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ തൃപ്തികരമായ മറുപടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അവർ ഹാപ്പി ആയിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലല്ലാതെ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യാനായിട്ടും ഇല്ല. അല്ല, ഫോണ് ആരാ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ ഒരാൾ മരിച്ചാൽ അടുത്ത ഭർത്താവ് മരിച്ചാൽ ഭാര്യയല്ലേ ഉപയോഗിക്കുന്നത്. അല്ല, അർജുൻ എന്നുള്ള പേരിപ്പം ആരെങ്കിലും ഒരു നമ്പർ ആരെങ്കിലും സേവ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ ഞാൻ ഏറ്റെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ ആ ഫോൺ കൈകാര്യം ചെയ്തിട്ടില്ല, അത്ര എനിക്ക് പറയാം.